പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായ ഇറാനിലെ സൗത്ത് പാഴ്സ് ഇസ്രായേൽ ഇന്നലെ രാത്രി ആക്രമിച്ചു. അതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ഒറ്റയടിക്ക് $104.34 നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇത് $110 കടക്കുമെന്നാണ് സൂചന. നമ്മുടെ നാട്ടിലും പെട്രോൾ വില ഉടനെ കുതിച്ചുയരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 2026 മാർച്ച് 18 ബുധനാഴ്ചയാണ് ഇറാന്റെ തെക്കൻ ബുഷേർ പ്രവിശ്യയിലുള്ള അസലൂയ എന്ന പ്രധാന ഊർജ്ജ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളും തസ്നീം ന്യൂസ് ഏജൻസിയും ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാതകപ്പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിലും കേടുപാടുകൾ പരിഹരിക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് വ്യക്തമല്ല. ഈ കേന്ദ്രം ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നും അവർ അതിനെ എതിർത്തില്ല എന്നും ജെറുസലേം പോസ്റ്റും റോയിട്ടേഴ്സും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുമ്പ് ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിൽ അമേരിക്ക നടത്തിയ നീക്കങ്ങളുടെ തുടർച്ചയാണ് ഇതെന്നും സൂചനയുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ഇറാഖിലേക്കുള്ള വാതക വിതരണം ഇറാൻ നിർത്തിവെച്ചിട്ടുണ്ട്. പുതിയ രീതികളിൽ യുദ്ധം വ്യാപിപ്പിച്ച് പ്രത്യാക്രമണം നടത്തുമെന്നും ഗൾഫിലെ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്നും ഇറാന്റെ സൈന്യം പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. ഇപ്പോൾ അത് അവർ പ്രാവർത്തികവുമാക്കിയിട്ടുണ്ട്. ഖത്തറുമായി ഇറാൻ പങ്കിടുന്ന കൂറ്റൻ പ്രകൃതിവാതക പാടമാണ് സൗത്ത് പാഴ്സ്. ലോകത്തെ ഏറ്റവും വലിയ വാതക ശേഖരമായ ഇവിടെ നിന്നാണ് പ്രതിവർഷം കോടിക്കണക്കിന് ഘനമീറ്റർ വാതകം ഉൽപ്പാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഖത്തറിനെയും വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ നടപടി തികച്ചും നിരുത്തരവാദപരവും അപകടകരവുമാണെന്ന് ഖത്തർ അപലപിച്ചു. ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വിപണിയിൽ ഇതിനോടകം പ്രതിഫലിച്ചു തുടങ്ങി. WTI ക്രൂഡ് ഓയിൽ വില $98.16 പ്രകൃതിവാതക വില $3.07 ഉയർന്നു. ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ യുദ്ധരീതി ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വ്യക്തമാക്കി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങും വലിയ ഭീതിയാണ് ഈ ആക്രമണം സൃഷ്ടിച്ചിരിക്കുന്നത്. പരസ്പരം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയാൽ അത് ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളെയും ഗതാഗതത്തെയും പൂർണ്ണമായും സ്തംഭിപ്പിക്കും. ചുരുക്കത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു മിസൈൽ ആക്രമണത്തിൽ ഒതുങ്ങുന്നില്ല. ഇത് ലോകത്തിന്റെ ഇന്ധന പുരയ്ക്ക് ഇട്ടിരിക്കുന്ന തീയാണ്. ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചാൽ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർധനവിലൂടെ ആ യുദ്ധത്തിന്റെ ചൂട് നമ്മളും നേരിട്ട് അറിയേണ്ടി വരും. നിത്യോപയോഗ സാധനങ്ങളുടെ വലിയ വിലക്കയറ്റത്തിലേക്കാവും ഇത് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.